നിങ്ങൾ ചൂണ്ടിക്കാണിച്ച പോലെ കഴിഞ്ഞ തവണ MBBSന് മാനേജ്മെന്റുകൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുത്തു. പക്ഷേ അതിന് അവർ പറയുന്നൊരു ന്യായമുണ്ട്. കൊടുത്തു. അല്ല, അവർ പറയുന്നൊരു ന്യായമുണ്ട്. അങ്ങനെ വരുമ്പോൾ 20ഓളം കോളേജുകൾ ഒപ്പുവെച്ചു. നിങ്ങളുടെ കാലത്ത് ആകെ സ്വന്തം നിലയിൽ പ്രവർത്തിച്ചുകൊള്ളാൻ അനുവദിച്ചത് ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റുകളെ മാത്രമാണ്. ദീർഘകാല കരാർ ഒപ്പിടുകയും ചെയ്തു. ഈ ഗവൺമെന്റ് കാലത്തും തുടർന്നു പോകാൻ കഴിയുന്ന പാകത്തിലാണ് നിങ്ങൾ അവരുമായി ധാരണയിലെത്തിയത്. പക്ഷെ ബഹുഭൂരിപക്ഷം സ്വാശ്രയ മാനേജ്മെന്റുകളുമായി ധാരണയിലെത്താൻ കഴിയാതെ പോയപ്പോൾ അവിടെ അതിനേക്കാൾ വലിയ കൊള്ളകൊടുക്കലുകൾ ഉണ്ടായി. അല്ല, അത് സംബന്ധിച്ച് അവർക്കിടയിൽ വലിയ തർക്കമുണ്ട്. കാരണം 100% സീറ്റിലും ഒരേ ഫീസ്, അതായത് 4.40 ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾക്ക് അംഗീകരിക്കുന്ന ഒരു കരാർ വന്നപ്പോഴാണ് കുറേ കോളേജുകളിൽ നിന്ന് വിട്ടുപോയത്. കാരണം അതേ സംഖ്യക്ക് മറ്റുള്ള കോളേജുകൾക്ക് അനുമതി കിട്ടാത്ത ഒരു സാഹചര്യം വന്നു. വേണു അങ്ങോട്ട് ചോദിച്ച ചോദ്യത്തിനോട് കൂടി മറുപടി പറയാം. ഇവിടെ MBBSന്റെ ഫീസ് കൂട്ടാനുള്ള മറയായി ശുദ്ധ അസംബന്ധം, ശുദ്ധ തട്ടിപ്പുമാണ്. കഴിഞ്ഞ തവണ MBBSന്റെ ഫീസ് കൂട്ടിയത് ഏത് സാങ്കേതിക അർത്ഥത്തിലാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയുക? 13 കോളേജായിരുന്നു നിങ്ങളുമായി കരാറുണ്ടാക്കിയത്. ആ 13 കോളേജ് നിങ്ങളുമായി കരാറുണ്ടാക്കുമ്പോൾ ബാക്കിയുള്ള കോളേജുകൾക്ക് സ്വന്തം നിലയിൽ പ്രവേശനം കൊടുക്കാൻ നിങ്ങൾ നല്ല ചുവപ്പ് പരവതാനി വിരിച്ചു കൊടുത്തു. ഇഷ്ടമുള്ള ഡൊണേഷൻ വാങ്ങി, ഇഷ്ടമുള്ള ഫീ വെച്ചിട്ട്. അത് നിങ്ങൾ ഓർക്കണം. ശ്രീ വേണു അത് ഓർത്ത് പറയേണ്ടതായിരുന്നു. അങ്ങ് സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ല. എല്ലാവരും ഇതിന്റെ പെർവ്യൂവിൽ വരണം. അന്ന് കോടതി വിധിയില്ല. ഞാൻ പറയാം. അപ്പൊ പറഞ്ഞു, ഈ 13 കോളേജുകളെ 20 കോളേജുകളാക്കി വർദ്ധിപ്പിച്ചു. ആര്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. നിങ്ങൾ 25,000 രൂപ ഫീസ് വാങ്ങിയിരുന്ന സീറ്റിന്റെ എണ്ണം മാത്രം അത് 155 എണ്ണം വർദ്ധിപ്പിച്ച് 449 ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ. അത് മാത്രമല്ല ശ്രീ വേണു, ഈ വിഷയത്തിൽ, ഈ മെഡിക്കൽ PG വിഷയത്തിൽ പോലും 78 സീറ്റ് പുതുതായി സർക്കാർ മേഖലയിൽ തുടങ്ങിയത് ഈ സർക്കാരാണ്. കഴിഞ്ഞ ഗവൺമെന്റ് 300 സീറ്റാണ് അധികം. ഞാനതിലേക്ക് വരാം. ശ്രീ ജോർജ് പോൾ ഇപ്പോൾ വീണ്ടും ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോർജ് പോൾ, ഒന്നാമതായി ഈ മറ്റ് മാനേജ്മെന്റുകൾ പറയുന്ന വാദഗതിയെ ഈ രംഗത്ത് ദീർഘകാലമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ താങ്കൾ മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ? അതായത് നിങ്ങൾക്ക് കുറേ കാലമായി പ്രവർത്തിച്ചതിൻ്റെ ആനുകൂല്യമുണ്ട്, നിങ്ങൾക്ക് ഭൂമി സംഭാവനയായി കിട്ടിയിട്ടുണ്ട്, മറ്റു ഗുണങ്ങളുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ രംഗത്ത് വന്നിരിക്കുന്ന ആളുകൾക്ക് ആ ആനുകൂല്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് 30 ലക്ഷം വരെയൊക്കെ അവർക്ക് ചോദിക്കാം എന്ന അവരുടെ വാദത്തോട് യോജിപ്പുണ്ടോ? അല്ല, അവരുടെ കാര്യത്തെപ്പറ്റി ഞാൻ കമന്റ് ചെയ്യാൻ തയ്യാറില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു ലാൻഡും ഫ്രീ ആയിട്ട് കിട്ടിയിട്ടില്ല. ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ സ്ഥാപനങ്ങളാണ്. അതിന് 72 മുതൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ്. അത് മെഡിക്കൽ കോളേജ് ആയിട്ട് 10-12 വർഷമേ ആയുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. അവരുടെ ചെലവ് എന്താണെന്നുള്ളതിനെ പറ്റി ഞാൻ കമന്റ് ചെയ്യാൻ തയ്യാറില്ല. അത് അവർ തന്നെ പറയണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു റിയലിസ്റ്റിക് ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഗവൺമെന്റുകൾ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ ഈ കൺഫ്യൂഷൻ മുഴുവനും സെൽഫ് ഫൈനാൻസിങ് കോളേജ് ആണെന്ന് പേര് പറയുകയും സെൽഫ് ഫൈനാൻസിങ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യാത്തൊരു സാഹചര്യമാണ് ഇവിടെ നിൽക്കുന്നത്. രണ്ട് ഗ്രൂപ്പും അതിനകത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ അത് വരുന്നത് കൊണ്ട് ഗവൺമെന്റ് കയറി അങ്ങ് നെഗോഷിയേറ്റ് ചെയ്ത് അതിന്റെ ലോവസ്റ്റ് പ്രൈസിലേക്ക് ഫീസ് ഫിക്സ് ചെയ്യുന്നതുകൊണ്ട് വരുന്നത് എന്നാന്ന് വെച്ചാല്, പാവപ്പെട്ട രോഗികൾക്ക് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന കൺസെഷൻ ഒട്ടും കൊടുക്കാൻ വയ്യാത്ത സാഹചര്യമാണ് വരുന്നത്. കാരണം ഒട്ടും ഒരു സർപ്ലസ് ഇല്ലാത്ത നിലയിൽ ഒരു ബ്രേക്ക് ഈവൻ ആയിട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടുന്ന, ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ചെലവ് കുറച്ച് സബ്സിഡൈസ് ചെയ്ത് സ്റ്റുഡൻസിലേക്ക് വേണ്ടിയിട്ട്, മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസിലേക്ക് വേണ്ടിയിട്ടുള്ള ചെലവിന് വേണ്ടിയിട്ട് ചെലവാക്കുന്ന ഒരു സാഹചര്യം ഇപ്പം നിലനിൽക്കുന്നത്. അപ്പോൾ ഒരു സർപ്ലസ് ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ എപ്പോഴും മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇപ്പോൾ ഒരു MRI പറയുകയാണെങ്കിൽ അത് 10 വർഷത്തിൽ കൂടുതൽ അതിന് ലൈഫില്ല. അങ്ങനെ വരുമ്പോൾ അത് ന്യൂ ജനറേഷൻ MRI വാങ്ങിക്കേണ്ടതായ അതുപോലുള്ള ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്സ് ക്യാപിറ്റലായിട്ടും വന്നുകൊണ്ടിരിക്കും. അതിന് കണ്ടെത്താൻ പറ്റാത്ത നിലയിൽ അങ്ങ് ബുദ്ധിമുട്ടുന്നു എന്നൊരു സാഹചര്യം കേട്ടാല് കേരളത്തിൽ സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ ചികിത്സയ്ക്ക് പോയിട്ടുള്ള ഏതെങ്കിലും ഒരാൾ, അയാൾ ക്രിസ്ത്യനോ ഹിന്ദുവോ മുസ്ലിമോ പാഴ്സിയോ ജൈനനോ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, ഇത്ര ദീനാനുകമ്പയും ഇത്ര പാവപ്പെട്ടവരെ സഹായിക്കുന്ന പുണ്യ പരിശുദ്ധാത്മാക്കളുമാണ് കേരളത്തിൽ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജുകളിൽ ഇരിക്കുന്നത്. ബുദ്ധിയും വിവരമുള്ള ആരെങ്കിലും അംഗീകരിക്കും? ഇദ്ദേഹം എന്താ ഇവിടെ വന്നിരുന്ന് പറയുന്നത്? ഇതൊക്കെ കേട്ടിരിക്കണേ വേറെ വല്ല ആളുകളെ നോക്കണം. നമ്മളെ കൊണ്ട് ഇത് പറ്റില്ല. കാരണം ബ്ലേഡ് സ്ഥാപനങ്ങളെ തോൽപ്പിക്കുന്ന നിലയിൽ കേരളത്തിൽ സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ നടത്തുന്ന ആരാ? ക്രിസ്ത്യൻ മാനേജ്മെന്റുകളാ. അതിന് ആ വർത്തമാനം ഒന്നും ഇവിടെ ചെലവാകില്ല ശ്രീ ജോർജ് പോൾ. ഇതൊക്കെ നാട്ടുകാർ കാണുന്നത്.
കാണുന്നതാണ്. ശ്രീ ജോർജ് പോൾ, ഇവിടെ ശ്രീ ജോർജ് പോൾ രണ്ട് കാര്യങ്ങൾ ബോധ്യമുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സ്ഥാപനങ്ങൾ നടത്തുന്നതെന്ന്, നിങ്ങൾ എങ്ങനെയാണ് ഭൂതകാലത്തിൽ വിദ്യാർത്ഥികളുടെ ഇത് ഫീസ് പിഴിഞ്ഞ് ഈടാക്കിയതെന്ന് നല്ല ധാരണയുണ്ട്. ശ്രീ ജോർജ് പോൾ എങ്ങനെയാണ് UDF-ഉമായി ചേർന്ന് കേരളത്തിൽ സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ ആരംഭിച്ചതെന്ന് നല്ല ധാരണയുണ്ട്. ശ്രീ ജോർജ് പോൾ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ജയിക്ക് പറഞ്ഞ കാര്യങ്ങൾക്ക് താങ്കൾ മറുപടി പറഞ്ഞെങ്കിൽ പറയൂ, അത് താങ്കളുടെ സ്വാതന്ത്ര്യം. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പ്രതിപക്ഷം അവരും ഉത്തരവാദപ്പെട്ട ഒരു വിഭാഗമാണല്ലോ, മുൻപ് നിങ്ങളുമായി ആശയവിനിമയം നടത്തുകയും ധാരണയിലെത്തുകയും ചെയ്തിട്ടുള്ളവരാണല്ലോ. അവരിപ്പോൾ പുതിയ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം സർക്കാർ സ്കോളർഷിപ്പ് കൊടുക്കുക. ഉയർന്ന ഫീസാണ് വന്നിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ തവണ കുറഞ്ഞ ഫീസ് കൊടുക്കുന്നവരിൽ സമ്പന്നരുണ്ടായിരിക്കാം, പക്ഷെ ദരിദ്രരുമുണ്ടായിരുന്നു. ഇപ്പോൾ ആ സാഹചര്യം മുഴുവൻ മാറിയിരിക്കാൻ. കഴിഞ്ഞ തവണ ഉയർന്ന ഫീസ് കൊടുത്ത മാനേജ്മെന്റ് സീറ്റിൽ സമ്പന്നന്മാരുണ്ടായിരുന്നു, പക്ഷെ മെറിറ്റിൽ താഴെയുള്ളവരായിരുന്നിരിക്കാം അവർ. ഇപ്പോൾ അതൊക്കെ മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഗുണവും ദോഷവും ഉണ്ട്, അത് എല്ലാവരും അനുഭവിക്കേണ്ടതാണ്. അപ്പോൾ പോലും വിഷയം പണമാണ്, അത് എല്ലാവരും അനുഭവിക്കണമെന്ന് പറഞ്ഞാലും അനുഭവിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് ബുദ്ധിമുട്ട് തന്നെയാണ്. സർക്കാർ ഈ കാര്യത്തിൽ സ്കോളർഷിപ്പ് കൊടുക്കണമെന്ന നിർദ്ദേശം പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം നിങ്ങളും സ്കോളർഷിപ്പ് കൊടുക്കണമെന്ന് പറയുന്നു. മൂന്നാമതായി പറയുന്നത്, ഒരിക്കൽ കൂടി ചർച്ച ചെയ്യുക, കുറവ് വരുത്താൻ പറ്റുമെങ്കിൽ കുറവ് വരുത്തുക. ഇതിലേതെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് നിങ്ങൾ തയ്യാറുണ്ടോ? എന്റെ വേണു, ഞങ്ങള് 10% സ്കോളർഷിപ്പ് കൊടുത്തുകൊണ്ടിരുന്നതാണ്. അത് ഇതൊന്നും ഇല്ലാത്തത്. ആ എഗ്രിമെന്റ് അല്ല ഇപ്പൊ ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ പുതിയ എഗ്രിമെന്റ് ആണ്. സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് അനുസരിച്ച് തന്നെ ഏകീകൃത ഫീസ് അനുസരിച്ച് പോകണമെന്ന് പറയുന്നു. ഇപ്പോൾ റിയലിസ്റ്റിക് ഫീസ് മാത്രം ചാർജ് ചെയ്യുമ്പോൾ എവിടെയാ സ്കോളർഷിപ്പിന് സ്കോപ്പ്? ഇത് ഗവൺമെന്റ് ചിന്തിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ. ഗവൺമെന്റിന് പണമുണ്ട്, നമ്മളുടെയൊക്കെ ടാക്സ് കൊടുത്ത പണമുണ്ട്. ശ്രീ ജോർജ് പോൾ, ഈ സ്റ്റൈപ്പൻഡിന്റെ കാര്യത്തിൽ നിങ്ങൾ തമ്മിലൊരു ധാരണ ഉണ്ടാക്കി അത് നിങ്ങളുടെ ഫീസ് ഘടനയിൽ ഒരു വലിയ ഘടകമാക്കി ഉൾപ്പെടുത്തുന്നു എങ്കിൽ അതിനീ പറയുന്ന കോടതി വിധിയും അതിനീ പറയുന്ന മെറിറ്റും ഒന്നും തടസ്സമാകുന്നില്ല എങ്കിൽ സ്കോളർഷിപ്പിന്റെ കാര്യത്തിലും ആയിക്കൂടെ? ഇതൊക്കെ ഒരു പരസ്പര ധാരണയല്ലേ? അല്ല വേണു, ഇതിനകത്തൊരു സർപ്ലസ് ഫണ്ട് വരണ്ടേ? നമുക്ക് ബക്കറ്റ് പിരിവ് നടത്തി സ്കോളർഷിപ്പ് കൊടുക്കാനൊക്കോ? വേണു, ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെ കളക്ട് ചെയ്യുന്ന ഫീസിൽ നിന്നാണ്. അതിനാണ് ഈ സെൽഫ് ഫൈനാൻസിങ് എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം തന്നെ ആദ്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് സംസാരിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാവും. ഇതിനകത്ത് ചെയ്യാവുന്ന ഒരു കാര്യം, ഗവൺമെന്റും സമ്മതിക്കുന്ന ഒരു വസ്തുതയുണ്ട്. അതായത് 90% സ്റ്റുഡൻസ് മെറിറ്റിൽ ഗവൺമെന്റ് കോളേജുകളിൽ വരുന്നവരെ എല്ലാവരും ഒരു അഫ്ലുവൻ ഫാമിലിയിൽ നിന്ന് വരുന്നവരാണെന്നുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെ വളരെ ക്ലിയർ ആണ്. ഗവൺമെന്റിനും അതറിയാം. അവർക്ക് എന്തിനാ ഈ ഫ്രീഷിപ്പ് കൊടുക്കുന്നത്? പാവപ്പെട്ടവർക്ക് മാത്രമായിട്ട് അത് എന്തുകൊണ്ട് നിജപ്പെടുത്തുന്നില്ല? അവിടെ ഉണ്ടാകുന്ന ഈ പാവപ്പെട്ടവരല്ലാത്തവർക്ക് കൊടുക്കുന്ന ഫീസ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫീസ് ചാർജ് ചെയ്യുകയും അവിടെ ഉണ്ടാകുന്ന ആ ഫണ്ട് പാവപ്പെട്ടവരായിട്ട് ഗവൺമെന്റിലും അതുപോലെ പ്രൈവറ്റ് മാനേജ്മെന്റിലും വരുന്നവർക്കായിട്ട് സ്കോളർഷിപ്പ് ഗവൺമെന്റ് കൊടുക്കട്ടെ. ഈ ഫ്രീ ആയിട്ട് ഗവൺമെന്റിന് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുകയും ചെയ്തിട്ട് അവരുടെ അടുത്ത് നിന്ന് ബോണ്ടും വെച്ചതിന് ശേഷം റൂറൽ സെക്ടറിൽ ഒന്ന് പോയി വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ അത് സാധിക്കുന്നില്ല ഗവൺമെന്റിന്. ഇതാണ് ഇന്നത്തെ സ്ഥിതി. ഒന്ന് മനസ്സിലാക്കണം. ശരി, വർത്തമാനം പറഞ്ഞാലൊന്നും കോളേജ് വിദ്യാഭ്യാസം ഭംഗിയായിട്ട് നടത്താൻ പറ്റത്തില്ല. ശരി, ഞാൻ ഇടപെടുകയാണ് സാർ. ഞാൻ വീണ്ടും താങ്കളിലേക്ക് തിരികെ എത്തുകയും ചെയ്യാം. ദയവേത് ടെലിഫോൺ ലൈൻ തുടരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇടവേളയ്ക്ക് പോയതിനു ശേഷം തിരികെ എത്താം.